പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അനീഷ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ഇച്ചിരിയും കൂടെ സാമാന്യ മര്യാദ കാണിക്കണം, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളോട്. യഥാർത്ഥത്തിൽ ഇന്ന് ഉച്ചയ്ക്കത്തെ പാത്രം എപ്പോഴത്തെ പാത്രമാണ് അവിടെ അഴുക്കായി കിടക്കുന്നത്, ഏതാണ് അനുമോൾ കഴുകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ പാത്രമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ടീം തിരിച്ചത്? അനുമോൾക്ക് പകരം അവിടെ നെവിനായിരുന്നു. അപ്പം നെവിനല്ലേ ആ പാത്രം കഴുകി വെക്കേണ്ടതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അനീഷ് അത് ചോദിച്ചതും ഇവർക്ക് ശരിക്കും കൊണ്ടു. കറക്റ്റായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അനീഷ് ചോദിക്കുന്നത്. അവിടെ ഉച്ചയ്ക്കുള്ള ഇവർ കഴിച്ച ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാത്രങ്ങൾ കഴുകേണ്ടുന്ന ചുമതല നെവിനുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സംസാരം ഉണ്ടായിട്ട് അനുമോൾ കിച്ചണിൽ നിന്ന് മാറുന്നത്. പിന്നെ അപ്പോൾ ആ വെസലിലുണ്ടായിരുന്ന നെവിനാണ് ആ പാത്രം കഴുകേണ്ടുന്നത്. അപ്പം നെവിൻ കഴുകാതിട്ടേച്ച് പിന്നെ അത് കഴുകണമെന്ന് പറഞ്ഞിട്ടാണ് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി നൂറ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. നൂറയല്ല, ഈ ആതിരെന്ന് പറഞ്ഞവളാണ് ഇതിൻ്റെ ആൾ. അത് ഇവളും ഷാനവാസും ഈ നൂറെന്ന് പറഞ്ഞവൾ ഇവർ 3 പേരോടെ ചേർന്നിട്ടാണ് അനുമോളെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. കാരണം ഇവർ ഇത്രയും ഒരു ടീമാണല്ലോ. അവിടെ ഇപ്പോൾ അനീഷ് മാത്രമേ ഉള്ളൂ അനുമോളുടെ സൈഡ്. ആ അനുമോളുടെ സൈഡിൽ സംസാരിക്കാമെന്ന അനീഷിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഈ 2 സ്ത്രീകൾ. നിങ്ങൾക്ക് അനുമോളെ കുറ്റങ്ങളൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല, നിങ്ങൾ ചെല്ല് വണ്ടി വിടെന്ന് പറഞ്ഞിട്ട് ഈ നൂറ പറയുന്നുണ്ട്. നിനക്ക് ആ പാത്രം കഴിവെച്ച് നിൻ്റെ കൈയിങ്ങ് തേഞ്ഞു പോകുമെന്നാണ് ഈ നൂറയെന്ന് പറഞ്ഞ അവൾ ചോദിച്ചത്. ഇന്നേ വരെ അവൾ തിന്നുന്ന പാത്രം പോലും അവിടെ അപ്പുറത്തുള്ള ഭർത്താവായ ഈ ആദിലെന്ന് പറഞ്ഞവളാണ് കഴുകി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും. അപ്പോൾ അവളാണ് ഈ ചോദിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ആ കിച്ചണിൽ കംപ്ലീറ്റ് പാത്രങ്ങൾ കഴുകുന്ന സെഷനാണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിൻ്റെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും അനുമോൾ പാത്രം കഴുകി വെക്കാതാണോ? പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കുക. ലൈവ് കാണുന്ന ആൾക്കാർക്കെല്ലാം ഇത് വ്യക്തമാവുന്നു. വളരെ മോശം ക്യാപ്റ്റൻസി ആയിപ്പോയെന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളുമാർ 2 പേരോട് അനീഷിനെ ഇനി പറയാനൊന്നുമില്ല. അതുപോലെ ഊഞ്ഞാലിലിരുന്ന് ആ ഷാനവാസിൻ്റെ വായിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെങ്ങാണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ ആ ഏരിയയിലെങ്ങാണം ഉണ്ടെങ്കിൽ നല്ലത് നമ്മൾ കൊടുത്തേനെയായിരുന്നു. അത്രയ്ക്കും വൃത്തികെട്ട ഗെയിമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 പേര് ഒരു ഗ്രൂപ്പായിട്ട് മാറി ഒരാളുടെ നേരെ തിരിഞ്ഞിട്ട് ആ സാബുമാന് പിന്നെ യാതൊരു നിലപാടും ഇല്ലല്ലോ. അതൊരു സൈഡിൽ ഇങ്ങനെ കിടക്കുവാണ് അവിടെ.